ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ബുള്ളിയൻ നോട്ട് റോസ് അല്ലെങ്കിൽ ഒരു ബുള്ളിയൻ നോട്ട് ഫ്ലവർ എങ്ങനെയാണ് ചെയ്തെടുക്കണേന്നാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്നാണ് കാണിച്ചു തരാൻ പോണത്. അപ്പം മെയിനായിട്ടും പല രീതിയിൽ ബുള്ളിയൻ നോട്ട്സ് ചെയ്യുന്നവരുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്കിത് ഈസിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും തോറുമേ ഇതിന് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ ഇതുപോലെ റൗണ്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം അത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യമേ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ഓരോ നമ്മുടെ ബുള്ളിയൻ നോട്ടാണ് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സൂചി ഒന്ന് കുത്തിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേണം ഇതേപോലെ സൂചി താഴേക്ക് കുത്തിയതിന് ശേഷം നമ്മൾ ആദ്യമേ കുത്തിയെടുത്തിടത്തേക്ക് പൊക്കിയെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ സൂചി കംപ്ലീറ്റ് ആയിട്ട് എടുക്കാണ്ട് ഇങ്ങനെ പിടിച്ച് നിർത്തുക കേട്ടോ. നമ്മുടെ വിരലുകൊണ്ട് ഇതുപോലെ നിർത്തുക. അതിനുശേഷം നമ്മുടെ ആ സൂചിയുടെ അടുത്തോട്ട് കിടക്കുന്ന നൂല് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചെറിയ നോട്ടാണ് കൊടുക്കണത്. അപ്പോൾ നമുക്കൊരു 5 റൗണ്ടൊക്കെ കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന റോസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് സൂചി ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി, ഈസിയായിട്ട് പൊങ്ങിപ്പോരും. അപ്പോൾ ഇത് ഞാൻ സിൽക്ക് ത്രെഡാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ആങ്കർ ത്രെഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ സൂചി കുത്തിയെടുത്തത് അവിടത്തേക്ക് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബുള്ളിയൻ നോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നന്നായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് എന്ന് ഞാൻ കരുതുന്നു. ഞാനിങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഞാനും ഇത് കുറേ തവണ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമുക്ക് ഫോൾട്ടുകൾ ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല, എങ്കിലും നമുക്ക് നന്നായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫൈനൽ ലുക്ക് എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തടുത്തും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രഞ്ച് നോട്ട് എടുത്തതിൻ്റെ അപ്പുറത്ത് വശത്തും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നമുക്ക് 5 റൗണ്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം താഴേക്ക് കുത്തിയെടുക്കുക. ഇനി നമ്മൾ അടുത്തത് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത ഫ്രഞ്ച് നോട്ടിൻ്റെ സെൻറ്ററിൽ നിന്നും മുകളിലേക്ക് സൂചി കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ സൂചിയിലേക്ക് നൂല് കറക്കി നമ്മൾ താഴ്ത്തി കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യണം കേട്ടോ. നമ്മൾ ബുള്ളിയൻ നോട്ട്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബുള്ളിയൻ നോട്ട്സ് പല രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾക്ക് ചെയ്യുമ്പം എല്ലാം സെയിം റൗണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ 5 റൗണ്ട് കൊടുത്തല്ലോ, അതേപോലെ എല്ലാ റൗണ്ടുകളും നമുക്ക് 5 റൗണ്ടിൽ മാത്രം വേണമെങ്കിൽ ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ഓരോ റൗണ്ട് വരുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്താലും നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 2 രീതിയിലിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് എടുത്തു. അതിനുശേഷം ഇതുപോലെ നമ്മൾ ചുറ്റി കൊടുത്തു. പിന്നെ താഴേക്ക് വലിച്ചു കൊടുക്കുക. അതിനുശേഷം താഴേക്ക് സൂചി കുത്തി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിന് ഇതുപോലെ ബുള്ളിയൻ നോട്ട്സ് ചെയ്തെടുക്കാം. നമുക്ക് ബുള്ളിയൻ നോട്ട്സിൽ ഫ്ലവേഴ്സ് ചെയ്യാം. നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ കുറച്ച് സമയമെടുക്കും. അതുപോലെ കുറച്ച് മറ്റുള്ള ഫ്ലവേഴ്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നൂല് ആവശ്യമായിട്ട് വരും. ഈ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. വേറെ ഒന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പെർഫെക്ഷനോടെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ 1-2 തവണ നിങ്ങൾ ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം ഫെയർ ക്ലോത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ഡിസൈൻസൊക്കെ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെങ്ങനെയാണ് ചെയ്യണതെന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പം കൊടുക്കുമ്പോൾ ഓരോ റൗണ്ട് നമുക്ക് ഔട്ട്ലൈനിലേക്ക് വരുന്ന ഓരോ റൗണ്ടുകളിൽ നമ്മൾ 2 വീതം റൗണ്ടുകൾ കൂട്ടി കൊടുക്കുന്നുണ്ട്. അതായത് ആദ്യമേ 5 ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ 7, പിന്നെ 8 അല്ലെങ്കിൽ 9 അങ്ങനെയാണ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അതേപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 3D റോസും അതുപോലെ ബോവൻ റോസും ഒക്കെ സിംഗിളായിട്ട് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ.
ഇതപ്പോൾ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. കണ്ടോ, ഫൈനൽ ലുക്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്